നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷന് വിട. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്ത അന്തരിച്ചു. 74 വയസ്സായിരുന്നു. അമേരിക്കയിലെ ഡാലസിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. എപ്പിസ്കോപ്പൽ സിനഡ് ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കും. ആതുര സേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും നിസ്വാർത്ഥമായ സേവനത്തിന്റെ പ്രതീകമായാണ് അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്ത എന്ന KP യോഹന്നാൻ അറിയപ്പെട്ടിരുന്നത്. സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന KP യോഹന്നാൻ സ്നേഹത്തിന്റെ ആൾരൂപമായിരുന്നു. കുട്ടനാട്ടിലെ നിരണത്ത് 1950-ൽ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് KP യോഹന്നാന്റെ ജനനം. ചെറുപ്രായത്തിലെ തന്നെ ബൈബിൾ വായനയിലേക്ക് കടന്ന യോഹന്നാൻ 16-ാം വയസ്സിലാണ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന ബൈബിൾ പ്രഘോഷണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയത്. തുടർന്ന് 1974-ൽ ടെക്സസിൽ ദൈവശാസ്ത്ര പഠനത്തിനു ചേർന്നു. പാസ്റ്ററായി ദൈവവചനം പ്രചരിപ്പിച്ചു. ടെക്സസിലെ ഒരു പള്ളിയിൽ 4 വർഷം വൈദികനായി ചേർന്നു. ബൈബിൾ പ്രഘോഷണ രംഗത്തുണ്ടായിരുന്ന ജർമ്മൻ പൗരയായ ഗിസലയെ വിവാഹം ചെയ്ത ശേഷമാണ് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടന ഭാര്യയുമായി ചേർന്ന് ആരംഭിച്ചത്. 1981-ൽ തിരുവല്ല ആസ്ഥാനമായി ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ചാപ്റ്റർ ആരംഭിച്ചു. 2003-ൽ ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആതുര സേവന രംഗത്തുമെല്ലാം നിർണായകമായ കാൽവെപ്പുകളാണ് പിന്നീട് KP യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള സഭ നടത്തിയത്. 2017-ൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന് പേര് മാറ്റി. സഭയുടെ പ്രഥമ മെത്രാപ്പൊലീത്ത സ്ഥാനത്ത് അവരോധിതനായി. നന്മയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആൾരൂപമായ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയ്ക്ക് 24-ന്റെ ആദരാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ദമാമിലേക്കുള്ള വിമാനം റദ്ദാക്കിയതിനാണ് എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ യാത്രക്കാർ പ്രതിഷേധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 10:10-ന് ദമാമിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. അവരെ വിർച്വൽ അസിസ്റ്റന്റ് ആയിട്ട് കൺഫർമേഷൻ ചെയ്ത് 8:53-ന്. അപ്പൊ അവര് ഫ്ലൈറ്റ് ഓൺ ടൈം എന്ന് ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇവരെ കസ്റ്റമർ കെയർ വിളിച്ച അവർ ഫോൺ എടുക്കത്തില്ല. ഞാൻ ഇന്നലത്തെ ടിക്കറ്റ് എന്റെ ക്യാൻസൽ ആയിട്ട് ഇന്നലത്തെ ടിക്കറ്റ് ക്യാൻസലായി. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. എനിക്ക് ഇന്നത്തേക്ക് റീഷെഡ്യൂൾ ചെയ്ത ഇന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസലായി. വിശദാംശങ്ങളുമായി സലീം മാലിക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഈ പ്രതിഷേധം നമ്മൾ നേരത്തെ പലയിടങ്ങളിലും കണ്ടിരുന്നു. ഇപ്പോഴും തിരുവനന്തപുരത്ത് പ്രതിഷേധമുണ്ടോ? എന്താണ് എയർ ഇന്ത്യയുടെ ഒരു വിശദീകരണമുണ്ടോ ഇക്കാര്യത്തിൽ സലീം? ഉന്മേഷ്, അവസാന നിമിഷമാണ് എയർ ഇന്ത്യ ഇക്കാര്യത്തിലൊരു നിലപാട് തന്നെ വ്യക്തമാക്കിയത്. കാരണം ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയും ഒക്കെ ഉണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ യാത്രക്കാരിൽ പലരും നേരത്തെ തന്നെ ഇന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് തിരക്കിയിരുന്നു എന്നാണ് ഈ യാത്രക്കാരൊക്കെ പറയുന്നത്. പക്ഷെ അവസാന നിമിഷം വരെയും അവർ അങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യില്ല എന്നൊരു നിലപാടായിരുന്നു എടുത്തത്. അതിനുശേഷം 10 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ ബോർഡിൽ പോലും ഇവിടെ ആ നിലയിൽ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നത്. ചേട്ടാ എവിടെന്നാ വരുന്നത്? കൊല്ലം. ഇന്ന് രാവിലെ മുതൽ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഈ ക്യാൻസലേഷന്റെ വിവരങ്ങൾ അറിയാവുന്നത്, സ്ട്രൈക്കിന്റെ വിവരങ്ങൾ അറിയാവുന്നതുകൊണ്ട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടോ? ഈ കഴക്കൂട്ടത്തെത്തിയപ്പോ ഒരു ഹാഫ് ആൻ അവർ ബിഫോർ വിളിച്ചിരുന്നു. ക്യാൻസലേഷൻ ഉണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഓൺ ടൈം ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ എത്തി സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി തയ്യാറാകുന്നതിനിടയിലാണ് ക്യാൻസലേഷൻ എഴുതി കാണിക്കുന്നത്. അതുവരെ എൻട്രി ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പോ മറ്റൊരു കാര്യം, 10,000-കണക്കിന് രൂപ ചെലവാക്കിയെടുക്കുന്ന ടിക്കറ്റ്, ഉപജീവനം തേടി പോകുന്നവര്, അവിടെ എത്തിയാൻ ലാസ്റ്റ് ഡേറ്റ് ആയവര്, ഇവരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവരെ ഒന്ന് അഡ്രസ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഈ മാനേജ്മെന്റ് തയ്യാറാകണം. ഒരു ചെറിയൊരു സ്റ്റാഫിനെ, ഒന്നും അല്ലാത്ത ഒരു കസ്റ്റമർ സർവീസ് ഏജന്റിനെ പറഞ്ഞയച്ച അയാളെ അല്ല ഇവരെ കൈകാര്യം ചെയ്യാൻ വിടേണ്ടത്. അറ്റ്ലീസ്റ്റ് മാനേജ്മെന്റ് ഇതിനെ അഡ്രസ് ചെയ്യും. ഉമേഷ്, അത് തന്നെയാണ്. കാരണം ഈ അവസാന നിമിഷം വരെയും ഇവർ ചോദിച്ചപ്പോഴൊക്കെയും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന്, എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നില്ല എന്നൊരു മറുപടിയായിരുന്നു ലഭിച്ചത് എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഈ നിലയിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുകയും ചെയ്യുന്നത്. ഇവിടുത്തെ എയർ ഇന്ത്യ ജീവനക്കാരെ ഉൾപ്പെടെ ഈ നിലയിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇവിടുത്തെ യാത്രക്കാർ. ചേട്ടാ, എവിടെ പോവാൻ? എന്റെ ബ്രദറിനാക്കാൻ വന്നതാണ്. ഞാൻ ഷാർജ അസോസിയേഷന്റെ മെമ്പറൊക്കെയാണ്. എവിടെന്നാ വരുന്നത്? ഞാൻ കൊല്ലത്തുനിന്നാ.
എന്തെങ്കിലും അറിയിപ്പുണ്ടായിരുന്നു, മുൻപ് എന്തെങ്കിലും അറിയിപ്പുണ്ടായിരുന്നു? അതല്ലെങ്കിൽ ഇവിടെ നോർമൽ രീതിയിൽ ഇന്റർനാഷണൽ ട്രാവലിംഗിന് ഒരു യാത്രക്കാരന് 8 മണിക്കൂർ മുമ്പെങ്കിലും അതിനൊരു റിപ്പോർട്ട് കൊടുക്കണം. ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്നുണ്ടെങ്കിൽ, റീഷെഡ്യൂൾ ആവുന്നുണ്ടെങ്കിൽ മിനിമം ഇവരെല്ലാവരും പറയുന്നത് 4 മണിക്കൂറെങ്കിലും മുമ്പേ ഇവർക്കൊരു റിപ്പോർട്ട് കൊടുക്കാമെന്നാണ്. പക്ഷെ അവരത് കൊടുത്തിട്ടില്ല. ഈ ഇന്റർനാഷണൽ ലെവലിലേക്ക് ട്രാവൽ ചെയ്യുന്നവരുടെ പലരുടെയും ഡേറ്റുകൾ ലാസ്റ്റ് ഡേ ആണ്. എന്റെ വിസ നാളെ തീരുന്നത്. എന്റെ വിസ നാളെ തീരുകയാണ്. അവർക്കൊരു ഉത്തരവാദിത്വമില്ല. അവർ പറഞ്ഞ വേറെ ഓപ്ഷൻ എന്തെങ്കിലും നോക്കിക്കൊള്ളാനുണ്ട്. ഒന്നീ റീഫണ്ട്, ഇല്ലെങ്കിൽ വേറെ അറേഞ്ച് ചെയ്ത് റീഫണ്ട് കൊണ്ട് മതിയാവില്ല. എനിക്കെങ്ങനെ മതിയാവും? എനിക്ക് ഒരു നാളെ അവിടെ ഇറങ്ങിയേ പറ്റുള്ളൂ. മറ്റന്നാളാണെങ്കിൽ എനിക്ക് വിസ ക്യാൻസലാണ്. വേറെ പണി പോകുന്ന വേറെ കേസല്ല, വിസ ഇല്ല. ഉന്മേഷ്, ആ നിലയിൽ വലിയ പ്രതിസന്ധി ഇവിടുത്തെ പല യാത്രക്കാരും സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, ശരി. സലിം മാലിക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ പ്രതിഷേധം തുടരുകയാണ്. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം ഗൾഫിലെ യാത്രക്കാരെയും പ്രതിസന്ധിയിലാക്കി. മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയത് UAE, ഒമാൻ, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നിരവധി പേരെയാണ് വലച്ചത്. വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഗൾഫിലെ വിമാനത്താവളങ്ങളിൽ എത്തിയാണ് സർവീസ് നടത്തേണ്ടത്. അതിനാൽ തന്നെ സമരം ഗൾഫിൽ നിന്നുള്ള വിമാന സർവീസുകളെയും യാത്രക്കാരെയും വലിയ തോതിലാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ദുബായിൽ നിന്ന് കോഴിക്കോട്, അമൃത്സർ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സർവീസുകളും അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും റാസൽ ഖൈമയിൽ നിന്നുള്ള സർവീസുകളുമാണ് റദ്ദാക്കിയത്. UAEയിൽ നിന്ന് 30ഓളം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ഒരു ദിവസം സർവീസ് നടത്തേണ്ടത്. അതിനാൽ തന്നെ മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയത് നൂറുകണക്കിന് ആളുകളെയാണ് ദുരിതത്തിലാക്കുന്നത്. വിസ കാലാവധി കഴിഞ്ഞവരും അടിയന്തര സാഹചര്യത്തിൽ നാട്ടിലെത്തേണ്ടവരും ഉൾപ്പെടെയുള്ള ആളുകളാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. പലരും വലിയ തുക ടിക്കറ്റിന് നൽകിയവരാണ്. ഇവർക്കൊന്നും കൃത്യമായ വിശദീകരണം നൽകാൻ എയർലൈൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. ഒമാൻ, സൗദി ഉൾപ്പെടെയുള്ള മറ്റ് GCC രാജ്യങ്ങളിലെ സർവീസുകളും മുടങ്ങിയിട്ടുണ്ട്. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്കും ഹൈദരാബാദിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. 24 ദുബായ്. എറണാകുളം കളമശ്ശേരിയിൽ വൈദ്യുതി തകരാറിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. തിരുവനന്തപുരം, കണ്ണൂർ ജനശതാബ്ദി ഉൾപ്പെടെയുള്ള തീവണ്ടികൾ കടത്തിവിട്ടു. 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രെയിനുകൾ കടത്തിവിട്ടത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അശ്വിൻ പാലാടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഇപ്പോൾ ഈ പിടിച്ചിട്ടിരുന്ന എല്ലാ ട്രെയിനുകളും കടത്തിവിട്ട് പഴയ പോലെ ആയിട്ടുണ്ടോ? സാധാരണഗതിയിലായിട്ടുണ്ടോ ട്രെയിൻ ഗതാഗതം? ഉന്മേഷ്, ഭാഗികമായി മാത്രമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത് എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ 2-3 ട്രെയിനുകൾ മാത്രമാണ് കടത്തിവിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഗുരുവായൂർ പാസഞ്ചർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഒരുപാട് യാത്രക്കാർ ആശ്രയിക്കുന്ന ട്രെയിനുകൾ കടത്തിവിടാനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളി സ്റ്റേഷനിലാണ്. ഇവിടെയാണ് പ്രധാനമായും ഈ പ്രതിസന്ധിക്ക് കാരണമായ പ്രശ്നമുണ്ടായത്. എടപ്പള്ളി സ്റ്റേഷനിലാണ് കനത്ത മഴയും കാറ്റുമൊക്കെ വന്നതോടുകൂടി റെയിൽവേ ട്രാക്കിലേക്ക് വൈദ്യുതി കമ്പി തകർന്നു വീണത്. അതെനിക്ക് പിന്നിൽ കാണുന്ന ഈ ട്രാക്കിലാണ് വീണത്. ഇവിടെ വലിയ പ്രശ്നമുണ്ടാവുകയും മണിക്കൂറുകളോളം ആ ഒരു പ്രശ്നം നിലനിൽക്കുകയും ചെയ്തു. കൃത്യമായ വെളിച്ച സംവിധാനം ഇല്ലാത്തതും ജീവനക്കാരുടെ കുറവുമൊക്കെ ആദ്യഘട്ടത്തിൽ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വലിയ തടസ്സമായി എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പ്രതിസന്ധി ഉണ്ടായത്. എന്തായാലും 2-2.5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കാനായത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എറണാകുളം ഓഖ ട്രെയിനുകളടക്കം ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകൾ കടത്തിവിട്ടു. നമ്മളിപ്പോൾ നിൽക്കുന്ന എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇവരെല്ലാം എറണാകുളം ഗുരുവായൂർ ട്രെയിനിലേക്ക് ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. അതിനൊക്കെ പോകാനായി നിൽക്കുന്ന ആളുകളാണ്. 6:50 ഇവിടെ നിന്ന് പുറപ്പെടേണ്ട ട്രെയിനാണ്. ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത് ഒരുപാട് വൈകുന്നു എന്നുള്ളത് കാണിക്കാൻ പറ്റിയ ഒരു കാര്യം. ഇപ്പോഴും ശക്തമായ മഴ ഈ മേഖലയിൽ തുടരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇനി വൈദ്യുതി തകരാറ് വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളടക്കമുള്ള ആശങ്കകളും തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ തന്നെ 4 മണിക്കൂറിന് മുകളിലേക്കാകുന്നു ഈ ഒരു പ്രശ്നമുണ്ടായിട്ട്. ചേട്ടാ, ഗുരുവായൂർ എക്സ്പ്രസിന് പോകാൻ നിൽക്കുന്നതാണോ? ഞാൻ 7:15 വന്നത്. സാധാരണ എല്ലാ ദിവസവും പോകുന്നതാണോ? അല്ല, ഈ ഗുരുവായൂരിന് പോകാനുള്ളതാണോ? അല്ല. ഉന്മേഷ്, അങ്ങനെ ഒരുപാട് മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകളാണുള്ളത്. എന്തായാലും ഉടൻ തന്നെ പ്രശ്നം പരിഹരിച്ച് വരേണ്ടത് ഈ ട്രെയിനുകൾ വീണ്ടും ഓടിത്തുടങ്ങും. പ്രത്യേകിച്ച് ഗുരുവായൂർ എക്സ്പ്രസ് വീണ്ടും ഓടിത്തുടങ്ങും എന്നുള്ളതാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. ഈ കാണുന്ന 1-ാം നമ്പർ റെയിൽവേ പാളത്തിലൂടെയാണ് ഗുരുവായൂർ എക്സ്പ്രസ് പോകേണ്ടത്. പക്ഷേ അവിടെ ഈ 1-ാം നമ്പർ റെയിൽവേ പാളത്തിൽ തന്നെ ഒരു ലോക്കോ പൈലറ്റ് ഇപ്പോഴും കിടക്കുകയാണ്. അത് മാറ്റിയാൽ മാത്രമേ ആ ട്രെയിൻ ഇപ്പോഴും പോവുകയുള്ളൂ. എന്തായാലും അത് സമീപ സമയത്തൊന്നും മാറ്റുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഗുരുവായൂർ എക്സ്പ്രസ് ഇനിയും മണിക്കൂറുകൾ വൈകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഉമേഷ്.
ശരി, അശ്വിൻ പാലാഴിയാണ് ഇടപ്പള്ളിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും ട്രെയിനുകൾ വൈകുന്നുണ്ട്, പ്രതിസന്ധി തുടരുന്നുവെന്നാണ് അശ്വിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് കല്ലാച്ചിയിൽ പിക്കപ്പ് വാൻ ഇടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥിനി മരിച്ചു. ചിയ്യൂർ സ്വദേശിനി ഹരിപ്രിയ ആണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് നിന്നിപ്പോൾ. അഭിജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം. ഹരിപ്രിയ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഡ്രൈവിംഗ് പരിശീലനത്തിനായി പോകുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിച്ചു കയറിയത്. ഗ്യാസ് സിലിണ്ടറുമായി പോകുകയായിരുന്നു ഈ പിക്കപ്പ് വാൻ. അതിനിടയിലാണ് ഇവർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയും ഹരിപ്രിയക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഒരു പോസ്റ്റിനും ഈ പിക്കപ്പ് വാനും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു ഹരിപ്രിയ. ഉടൻ തന്നെ ഹരിപ്രിയയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇന്ന് മരണം സംഭവിക്കുകയായിരുന്നു. ഹരിപ്രിയക്കൊപ്പം തന്നെ മറ്റൊരു കുട്ടിക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഇവർ നിലവിൽ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഉന്മേഷ്, അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വിജയത്തിളക്കത്തിൽ വിദ്യാർത്ഥികൾ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. മുൻവർഷത്തെക്കാൾ വിജയശതമാനത്തിൽ നേരിയ കുറവുണ്ട്. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. സേ പരീക്ഷ മെയ് 28 മുതൽ നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 4,27,153 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 4,25,563 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനത്തിൽ 0.01% കുറവുണ്ടായി. 71,831 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് ലഭിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 3,227 വർധനയാണ് ഈ വർഷമുണ്ടായത്. ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിലാണ്, 99.92%. 100% വിജയത്തോടെ ഏറ്റവും ഉയർന്ന വിജയമുള്ള വിദ്യാഭ്യാസ ജില്ലയായി പാല മാറി. എല്ലാ വിഷയങ്ങൾക്കും A+ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയശതമാനം 99.69%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം, 4,934 വിദ്യാർത്ഥികൾ. 892 സർക്കാർ സ്കൂളുകളും 1,139 എയ്ഡഡ് സ്കൂളുകളും 443 അൺഎയ്ഡഡ് സ്കൂളുകളും 100% വിജയം നേടി. മുൻവർഷത്തേക്കാൾ 107 സ്കൂളുകളുടെ കുറവ് ഇത്തവണയുണ്ടായി. മെയ് 28 മുതൽ ജൂൺ 6 വരെ സേ പരീക്ഷ നടക്കും. 3 വിഷയങ്ങൾക്ക് വരെ അപേക്ഷിക്കാം. ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റുകൾ ഡിജി ലോക്കറിൽ ലഭ്യമാകും. THSLC പരീക്ഷയിൽ 99.8%, SSLC ഹിയറിംഗ് ഇംപേർഡ് പരീക്ഷയിൽ 100%മാണ് വിജയം. കേരള കലാമണ്ഡലത്തിൽ 98.33% വിജയം. 24 തിരുവനന്തപുരം. SSLC പരീക്ഷാ മൂല്യനിർണ്ണയ രീതിയിൽ സമൂല മാറ്റത്തിനൊരുങ്ങി സർക്കാർ. അടുത്ത വർഷം മുതൽ ഓരോ വിഷയത്തിനും വിജയിക്കാൻ എഴുത്ത് പരീക്ഷയ്ക്ക് നിശ്ചിത മാർക്ക് നേടണം എന്ന നിബന്ധന കൊണ്ടുവരും. 9ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ മാറ്റം വരുത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. നിലവിലെ രീതി അനുസരിച്ച് എഴുത്ത് പരീക്ഷയും നിരന്തര മൂല്യനിർണ്ണയവും അടക്കം 30% മാർക്ക് മതി വിദ്യാർത്ഥിക്ക് വിജയിക്കാൻ. എന്നാൽ ഇത് കുട്ടികളുടെ അക്കാദമിക നിലവാരത്തെ സാരമായി ബാധിക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മൂല്യനിർണ്ണയ രീതി മാറ്റാനുള്ള തീരുമാനം. നിരന്തര മൂല്യനിർണ്ണയത്തിനൊപ്പം എഴുത്ത് പരീക്ഷ വിജയിക്കാൻ ഒരു നിശ്ചിത മാർക്ക് വേണമെന്ന നിബന്ധന കൊണ്ടുവരും. പേപ്പർ മിനിമം വരുന്നതോടുകൂടി 80 മാർക്കിനുള്ള എഴുത്ത് പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ കുറഞ്ഞത് 24 മാർക്ക് ലഭിച്ചിരിക്കണം. 2025 മാർച്ചിൽ നടക്കുന്ന SSLC പരീക്ഷയിൽ ഹയർ സെക്കൻഡറിയിൽ നിലവിലുള്ളതുപോലെ എഴുത്ത് പരീക്ഷയിൽ പ്രത്യേക പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പൊതുവിൽ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ, അധ്യാപകർ, രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ ഇവരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും. പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ മാത്രം 30% മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം. മൂല്യനിർണ്ണയ രീതി മാറുമ്പോൾ കുട്ടികളുടെയും അധ്യാപകരുടെയും പരീക്ഷയോടുള്ള സമീപനം മാറുമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 9ാം ക്ലാസ് വരെ എല്ലാ വിദ്യാർത്ഥികളെയും വിജയിപ്പിക്കുന്ന സമ്പ്രദായം പുനഃപരിശോധിക്കും. എല്ലാ മേഖലകളിൽ നിന്നുള്ളവരുമായി വിശദമായി ചർച്ച നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 24 തിരുവനന്തപുരം. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ വേനൽ മഴ. ഇടുക്കി, തിരുവനന്തപുരം ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചു. അതേസമയം സംസ്ഥാനത്ത് ചൂട് ഉയർന്നു തന്നെയാണ്.
കൊടും ചൂടിൽ ചുട്ടുപൊള്ളുന്ന സംസ്ഥാനത്തിന് ആശ്വാസമായി വേനൽ മഴയെത്തി. തിരുവനന്തപുരം, ഇടുക്കി, കൊല്ലം, കോട്ടയം ജില്ലകളിലാണ് മഴ ലഭിച്ചത്. തിരുവനന്തപുരത്ത് മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിച്ചു. കാട്ടാക്കട, പൂവച്ചൽ, മലയൻകീഴ്, ആര്യനാട് എന്നിവിടങ്ങളിലാണ് വേനൽ മഴ ലഭിച്ചത്. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധയിടങ്ങളിലും നേരിയ മഴ ലഭിച്ചു. ഇടുക്കി തൊടുപുഴയിൽ 2 മണിക്കൂർ തുടർച്ചയായി മഴ ലഭിച്ചു. ഇടിമിന്നലും ശക്തമായ കാറ്റും അനുഭവപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. കോട്ടയം ജില്ലയിൽ വൈക്കം, പാലാ മേഖലകളിലും കൊല്ലം ജില്ലയുടെ വിവിധയിടങ്ങളിലും മഴ ലഭിച്ചു. ഇടിയോടുകൂടിയ മഴയാണ് കൊല്ലത്ത് ലഭിച്ചത്. സംസ്ഥാനത്ത് ചൂടിനും ശമനമില്ല. കൊല്ലം പുനലൂരിൽ 40 ഡിഗ്രി സെൽഷ്യസ് താപനില റിപ്പോർട്ട് ചെയ്തു. പാലക്കാട്, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലും ചൂട് കൂടുതലാണ്. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. രാജ്യത്തിന്റെ വൈവിധ്യത്തെക്കുറിച്ചുള്ള പരാമർശം വിവാദമായതിനെ തുടർന്ന് സാം പിട്രോഡ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാജി അംഗീകരിച്ചു. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള പ്രതികരണത്തിനിടയിലാണ് സാം പിത്രോദയുടെ ഭാഗത്തു നിന്ന് വിവാദ പരാമർശമുണ്ടായത്. ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയെന്നും കിഴക്കേ ഇന്ത്യയിലുള്ളവർ ചൈനക്കാരെ പോലെയെന്നും ഉത്തരേന്ത്യക്കാർ വെള്ളക്കാരെ പോലെയെന്നുമായിരുന്നു പരാമർശം. We could hold country together as diverse as India, where people on east look like Chinese, people on west look like Arab, people on north look like, maybe white, and people in south look like Africa. Doesn't matter. We are all brothers and sisters. പ്രസ്താവന വിവാദമായതോടെ കോൺഗ്രസും സാം പിത്രോദയെ തള്ളി രംഗത്തെത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും വിമർശനം ഉന്നയിച്ചു. ഇതിനൊടുവിലാണ് സാം പിത്രോദ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. പിത്രോദയുടെ പരാമർശത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്നുവെന്നാണ് കോൺഗ്രസ് പാർട്ടി അറിയിച്ചത്. വിവാദ പരാമർശത്തെ തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ആയുധമാക്കി. ഭരണഘടന തലയിലേറ്റി നടക്കുന്നവർ നിറത്തിന്റെ പേരിൽ ജനങ്ങളെ അപമാനിക്കുന്നുവെന്നും മോദി വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സാം പിത്രോദ നടത്തിയ പരാമർശം കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും ഒരുപോലെ വെട്ടിലാക്കി. 24 ഡൽഹി. അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കോൺഗ്രസ് കോടിക്കണക്കിന് രൂപ സംഭാവന വാങ്ങിയെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയുമായി രാഹുൽ ഗാന്ധി. ഇരുവരുടെയും അടുത്തേക്ക് CBI അയക്കാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു. വിദ്വേഷ വീഡിയോയുമായി ബന്ധപ്പെട്ട് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്കും IT സെൽ മേധാവി അമിത് മാളവയ്ക്കും കർണാടക പോലീസ് സമൻസ് അയച്ചു. തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആരോപണത്തിന് മറുപടിയായാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ രാഹുൽ അദാനിയെയും അംബാനിയെയും കുറിച്ച് മിണ്ടുന്നില്ലെന്നും ഇരുവരും ടംബോയിൽ പണം കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് മോദിയുടെ ആരോപണം. आपने रातों रात अंबानी अडानी इनको गाली देना बंद कर दिया. जरूर दाल में कुछ काला है. അദാനിയും അംബാനിയും ടംബോയിലാണ് പണം നൽകുകയെന്ന് മോദിക്ക് വ്യക്തിപരമായി അനുഭവമുണ്ടോ എന്ന് ചോദിച്ച രാഹുൽ എങ്കിൽ ഉടൻ CBI അയച്ച് അന്വേഷിക്കാൻ വെല്ലുവിളിച്ചു. नॉर्मली आप बंद कमरों में अदानी जी अंबानी जी की बात करते हो. पहली बार आपने पब्लिक में अदानी अदानी अंबानी बोला. और आपको ये भी मालूम कि ये टेम्पो में पैसा देते हैं. क्या ये आपका पर्सनल एक्सपीरियंस है क्या? एक काम कीजिए, CBI ED को इनके पास भेजिए ना, पूरी जानकारी करिए, इंक्वायरी कराइए, जल्दी से जल्दी कराइए, घबराइए मत मोदी. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ കർണാടക BJPയുടെ എക്സ്പോസ്റ്റിന്റെ പേരിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്കും BJP IT സെൽ തലവൻ അമിത് മാളവിക്കും കർണാടക പോലീസ് നോട്ടീസ് അയച്ചു. 7 ദിവസത്തിനകം നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. വോട്ട് ചെയ്യാൻ പ്രധാനമന്ത്രി റോഡ് ഷോ ആയി എത്തിയത് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. 24 ഡൽഹി. ലൈംഗിക അതിക്രമ കേസിൽ മുൻ മന്ത്രിയും JDS നേതാവുമായ HD രേവണ്ണയ്ക്ക് ജാമ്യമില്ല. രേവണ്ണയെ ഈ മാസം 14 വരെ റിമാൻഡ് ചെയ്തു. ബംഗളൂരു പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് കോടതിയുടേതാണ് ഉത്തരവ്. കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതോടെയാണ് HD രേവണ്ണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ ജാമ്യം നൽകിയാൽ പരാതിക്കാരെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ വാദം കോടതി അംഗീകരിച്ചു. ഇരു കേസുകളിലെയും ജാമ്യാപേക്ഷ ബംഗളൂരു പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതി തള്ളി. കേസ് ഈ മാസം 14 കോടതി വീണ്ടും പരിഗണിക്കും. അതിനിടെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ കേസിൽ ഗൂഢാലോചന ആരോപിച്ച് JDS സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചു. കുറ്റകൃത്യത്തെ അംഗീകരിക്കുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വിവാദം സൃഷ്ടിച്ചത്
DK ശിവകുമാറിന്റെ നേതൃത്വത്തിലാണെന്ന് HD കുമാരസ്വാമി ആരോപിച്ചു. കേസ് അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ടാണ് JDSന്റെ പ്രതിഷേധം. 24 ബംഗളൂരു. കോൺഗ്രസിൽ പുതിയ പോര്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് K. സുധാകരൻ മടങ്ങിയെത്തിയതിനു പിന്നാലെ കോൺഗ്രസിൽ പുതിയ വിവാദം. ഇന്ദിരാഭവനിലെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ MM ഹസൻ പങ്കെടുത്തില്ല. ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്നും ചുമതല കൈമാറാൻ വൈകിയത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്നും K. സുധാകരൻ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ വീട്ടിലെത്തി കണ്ട ശേഷമാണ് ഇന്ദിരാഭവനിലെത്തിയത്. KPCC ആസ്ഥാനത്ത് പ്രവർത്തകരുടെ ആവേശമായ വരവേൽപ്പ്. ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ അസാന്നിധ്യത്തിലെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടായിരുന്നു തുടക്കം. ഹസൻ പ്രസിഡന്റായിരിക്കെ തീരുമാനങ്ങളിൽ കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു. ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കും. മടങ്ങിവരവ് തടയാൻ പാർട്ടിക്കുള്ളിൽ ശ്രമങ്ങൾ നടന്നിരുന്നുവെന്ന ചോദ്യത്തിന് അങ്ങനെ കരുതുന്നില്ലെന്ന മറുപടി. തന്നെ അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റില്ലെന്നും സുധാകരന്റെ ഒളിയമ്പ്. ഹൈക്കമാൻഡ് മറിച്ചൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും താൻ തന്നെ പാർട്ടിയെ നയിക്കുമെന്നും സുധാകരൻ. ഹസന് ചുമതല നൽകിയത് തിരഞ്ഞെടുപ്പായതിനാൽ മാത്രമെന്ന് KC വേണുഗോപാൽ. എല്ലാവരും കൂടെ കൂട്ടായിരുന്നു തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹസനെ ചുമതലയേൽപ്പിച്ചത്. ആ ചുമതലയുള്ള ഓർഡർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇലക്ഷന് വേണ്ടി മാത്രമാണ് ആ ഓർഡർ. പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്ന ഒരു വിഭാഗത്തിന്റെ മുറവിളിക്കിടെയാണ് സുധാകരന്റെ തിരിച്ചുവരവ്. ഹസൻ എടുത്ത തീരുമാനങ്ങൾ റദ്ദാക്കി മുന്നോട്ടു പോയാൽ പാർട്ടിയിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്നതും നിർണായകം. 24 തിരുവനന്തപുരം. ഫ്രണ്ട് ന്യൂസിലേക്ക് വീണ്ടും. വിദേശയാത്രയിൽ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPIM. കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതി വാങ്ങിയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. യാത്രാ ചെലവ് UDF അന്വേഷിക്കുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്രയെ ചൊല്ലി പ്രതിപക്ഷം ആരോപണങ്ങൾ കടുപ്പിക്കവെയാണ് മറുപടിയുമായി CPIM രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി സ്വന്തം പണം ഉപയോഗിച്ച് തന്നെയാണ് സ്വകാര്യ സന്ദർശനം നടത്തുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. വിഷയം ഇപ്പോൾ ചർച്ചയാക്കുന്നത് രാഷ്ട്രീയ വിരോധവും ഇടതുപക്ഷ വിരുദ്ധതയും കാരണമെന്നും MV ഗോവിന്ദൻ. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരിടവേള ഉണ്ടാവട്ടെ എന്ന് കണ്ട് ആരാണത് ആഗ്രഹിക്കുന്നത്? ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളതിന് നിയമപരമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മതം വാങ്ങേണ്ടിയുണ്ട്. ആ സമ്മതം കൂടി വാങ്ങിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര പിണറായി പ്ലാൻ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ രഹസ്യാത്മകത എന്തിനാണെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. യാത്രയുടെ ചിലവ് എങ്ങനെയെന്ന് UDF അന്വേഷിക്കുമെന്ന് K. സുധാകരൻ. മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചാർജ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട്. നിയമാനുസൃതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓബ്ലിഗേഷൻ. അതുപോലും ചെയ്യാതെയും ആരും അറിയാതെയും അത്ര സീക്രസിയിൽ പോകേണ്ടുന്ന കാര്യം എന്താണെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ലെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രാ ഉദ്ദേശം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരനും ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടൻ MLAക്കെതിരെ വിജിലൻസിന്റെ FIR. 21 പ്രതികൾ ഉള്ള കേസിൽ മാത്യു കുഴൽനാടൻ 16ാം പ്രതിയാണ്. 2012 ദേവികുളം തഹസിൽദാർ ആയിരുന്ന ഷാജിയാണ് 1ാം പ്രതി. എല്ലാ വകുപ്പുകളെയും ഉപയോഗിച്ച് മുഖ്യമന്ത്രി വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്നാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം. വിജിലൻസ് ഇടുക്കി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത FIRൽ മാത്യു കുഴൽനാടൻ MLAക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ക്രമക്കേടുണ്ടെന്നറിഞ്ഞിട്ടും കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്നാണ് FIR. 2012 മുതൽ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരടക്കം 21 പേരാണ് പ്രതികൾ. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിച്ചു. FIR കണ്ടിട്ടില്ലെന്നും മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവ് മാത്രമാണുള്ളതെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ വിജിലൻസിനെ ഇറക്കുമെന്നും പരിഹാസം.
നരേന്ദ്രമോദിക്ക് ED എങ്ങനെയാണോ അങ്ങനെയാണ് കേരളത്തിലെ പിണറായി വിജയന് വിജിലൻസ്. അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടി സർക്കാർ ഏജൻസികളെ ഉപയോഗിക്കുന്ന ഒരു സമീപനമാണ് പിണറായി വിജയന്റേതും. ചിന്നക്കനാലിലെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ നൽകിയ പരാതിയിലാണ് മാത്യു കുഴൽനാടനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. ചിന്നക്കനാലിലെ ഭൂമിയിൽ ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് സ്ഥലം കൂടുതലുണ്ടെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ഇത്. ഭൂമി വിൽപ്പന നടത്തരുത് എന്ന് 2020 ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നതാണ്. ഭൂമി പോക്കുവരവ് സമയത്ത് വില്ലേജ് ഓഫീസർ ഇത് അടയാളപ്പെടുത്തിയില്ല എന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. 24 ഇടുക്കി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറാമാൻ AV മുകേഷാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിക്ക് മലമ്പുഴ വേനോലി എളമ്പരക്കാടിന് സമീപം കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നത് ചിത്രീകരിക്കുന്നതിനിടെ 3 അംഗ വാർത്താ സംഘത്തിന് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു. രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ AV മുകേഷ് താഴെ വീണു. ഇതിനിടെ കാട്ടാന മുകേഷിനെ ചവിട്ടി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വനമന്ത്രി AK ശശീന്ദ്രനും അനുശോചിച്ചു. നമുക്ക് ഇനിയെങ്കിലും ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു പത്രപ്രവർത്തകനും നഷ്ടപ്പെടാനിടയാകരുത്. ആ രൂപത്തിലുള്ള ഒരു ആലോചനക്ക് ഈ സംഭവം വഴി തുറക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിനോടുള്ള ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. മന്ത്രിമാരായ സജി ചെറിയാനും വീണ ജോർജും അനുശോചനം രേഖപ്പെടുത്തി. മുകേഷിന്റെ മരണം വേദനിപ്പിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. മുകേഷിനെ പോലെയുള്ളവരുടെ വളരെ സാഹസികമായ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവൻ നിലനിർത്തപ്പെടേണ്ട ആവശ്യകത നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അകാലത്തിലുള്ള ഈ നിര്യാണത്തിൽ ഞാൻ അങ്ങേയറ്റത്തെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യാണ്. 1 വർഷമായി മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറാമാനായി ജോലി ചെയ്യുന്ന AV മുകേഷ് ഏറെക്കാലം ഡൽഹിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 പാലക്കാട്. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.